പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. CAA-ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാതെ പിണറായി സർക്കാർ. ഇതുവരെ 831 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ സർക്കാർ പിൻവലിച്ചത് 114 കേസുകൾ മാത്രം. കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഈ CAA-ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാത്തതിലൂടെ വ്യക്തമാകുന്നത്. ഇതുവരെ 831 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ആകെ കൂടെ പിൻവലിച്ചത് 114 കേസുകൾ മാത്രമാണ്. ഒരു ഭാഗത്ത് CAA-യുടെ പേരിൽ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കത്തക്കവണ്ണമുള്ള പരാമർശങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മറുഭാഗത്താണ് ഇത്തരത്തിൽ ഒരിക്കൽ പ്രതിഷേധത്തിനിടെ എടുത്ത കേസുകൾ പിൻവലിക്കാതെ സർക്കാർ നീക്കം നടത്തുന്നത്. രോഹിണി, തീർച്ചയായും അതുതന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേന്ദ്ര നിയമം, അതായത് ആ വിഷയത്തിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെല്ലാം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ CPM നേതാക്കളടക്കം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് ജനങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങുവാനുള്ളൊരു കാരണമായി മാറിയത്. ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുകയും അത്തരത്തിൽ തെരുവിലേക്ക് ഇറങ്ങിയ ജനങ്ങളുടെ മേൽ ഈ കേസ് നടപടികൾ അല്ലെങ്കിൽ ഈ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ട് ഇരുന്നത്. അതായത് നമുക്കറിയാം, കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിയമമാണ്, അല്ലെങ്കിൽ കേന്ദ്ര നിയമമാണ് ഇത്. പാർലമെന്റ് പാസ്സായി വരുന്ന ഒരു നിയമം, ആ നിയമം നമ്മുടെ ഈ നിയമവ്യവസ്ഥയിൽ, ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങൾ ആ നിയമത്തെ അംഗീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതിനെതിരെ അല്ലെങ്കിൽ ആ നിയമം ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്നതടക്കം പറയുവാനുള്ള നിയമ സംവിധാനമല്ല നമ്മുടെ ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നിയമം ഏതെന്നാണോ ഉള്ളത് അത് നടപ്പിലാക്കുക മാത്രമാണ് പോംവഴി, അല്ലെങ്കിൽ നടപ്പിലാക്കുക മാത്രമേ സാധിക്കൂ എന്നിരിക്കെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം ഈ നിയമത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് നേരത്തെ തന്നെ 2019 ഈ നിയമം രൂപീകരിച്ച് വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇത് കേരളത്തിൽ, അതായത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നതടക്കമുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ ഈ സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഈ എടുക്കുന്ന കേസുകളെല്ലാം എഴുതിത്തള്ളും എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് രണ്ടും നടന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത്. അതായത് ഈ കൊടുത്ത ഇത്തരത്തിൽ ഈ പറഞ്ഞ കേസുകൾ എഴുത്തള്ളുമെന്നെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ പോലും ആ കേസ് ആ എഴുത്തള്ളുന്ന രീതിയിലേക്കൊന്നും ചെന്നെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഈ സംസ്ഥാന വ്യാപകമായി നടന്ന സമരങ്ങളിൽ നിന്ന് 831 സമരങ്ങളാണ് ഈ അറസ്റ്റ് നടപടികളാണ്, അതായത് കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 7000-ന് മുകളിൽ 7913 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ നിയമ നടപടികൾ ചുമത്തിക്കൊണ്ടൊരു പോലീസ് സമീപനം ഉണ്ടാകുകയുമൊക്കെ ചെയ്തത്. അതിൽ നാമമാത്രമായ കേസുകൾ മാത്രമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പിൻവലിക്കുക ചെയ്തിട്ടുള്ളത്. അതിൽ കുറ്റവിമുക്തരാക്കിയവരുടെ എണ്ണം 11ആണ്. കേസ് എഴുതിത്തള്ളിയതാകട്ടെ 114 കേസുകൾ മാത്രമാണ്. ബാക്കി കേസുകളെല്ലാം നിലനിൽക്കുകയാണ്, കോടതികളടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്തവരെല്ലാവരും ഈ കേസിനെ നേരിടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം പാസ്സാക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ നിയമമായി വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടാകുന്നത്. അതായത് വീണ്ടും ഈ കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന ഒരു പ്രസ്താവന കൂടി ഉണ്ടാകുന്നത്. ഇതാണ് ഈ ഇരട്ടത്താപ്പെന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ രണ്ട് വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ രണ്ട് ഭാഗം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ജനങ്ങളെ കൂടി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മാത്രമല്ല, അതിലൂടെ ഈ മറ്റ് ഭീതിയിലാകുന്ന അല്ലെങ്കിൽ ഭീതിയിലിരിക്കുന്ന ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുവാനുള്ളൊരു സാഹചര്യം കൂടി മുഖ്യമന്ത്രിയും മറ്റ് CPM അടക്കമുള്ള പാർട്ടി നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ ചെന്നെത്തുന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അതായത് ഇത്രയും കേസുകൾ പോലും എഴുതിത്തള്ളാൻ കഴിയാത്തൊരു സർക്കാർ, നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയുന്നതല്ല എന്ന് നമുക്കറിയാം. അതായത് രാജ്ഭവനടക്കം ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സാഹചര്യമുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഈ കേസുകൾ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നിരിക്കെ അത് എഴുതിത്തള്ളാം എന്ന് പറയുകയും ഈ നിയമം ഇവിടെ പാസ്സാക്കാൻ, അല്ലെങ്കിൽ കേരളത്തിൽ പാസ്സാക്കാൻ കഴിയില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്
ഇതാണ് ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന നടപടി എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ്. അതെ, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത് സമൂഹത്തിനെതിരെ വലിയ രീതിയിൽ ഇത്തരം CAA-ക്കെതിരെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രസ്താവനകൾ നടത്തുന്നു. അതിനെതിരെ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ട് പലരും പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം തെറ്റിദ്ധാരണ മൂലമാണ് എന്നുള്ളത് സാധാരണക്കാർ അറിയുന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം കണ്ടതാണ് രാജ്ഭവന് മുന്നിലുള്ള SDPI, PDP, വെൽഫെയർ പാർട്ടികളുടെ മാർച്ച് അക്രമാസക്തമാകുന്നതൊക്കെ കണ്ടതാണ്. പക്ഷേ അതിന് ഉതകുന്ന തരത്തിൽ ഇവരെ തെരുവിലേക്ക് ഇറക്കി അക്രമാസക്തരാക്കി കഴിഞ്ഞതിന് ശേഷം ഇവരെ അനുനയിപ്പിക്കുന്നതിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നു കേസുകളൊക്കെ പിൻവലിക്കും, അല്ല CAA നടപ്പിലാക്കില്ല എന്നൊക്കെ. പക്ഷേ കേസുകൾ പിൻവലിക്കുന്നില്ല, CAA നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ്, സംസ്ഥാനത്തിനൊന്നും നൽകാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിക്കുകയും അതോടൊപ്പം ആൾക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതായത് ഈ നിയമത്തെ ഏതെന്നാണോ ഈ നിയമം ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തെ വക്രീകരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിന്റെ നിയമത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെന്നെത്തുന്നത് എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതായത് ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമമാണെന്ന രീതിയിലേക്ക് ഒരു വ്യാജ പ്രചാരണം അഴിച്ചു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഈ ജനങ്ങളെ അത്തരത്തിലൊരു ഭീതിയിലേക്ക് ആഴ്ത്തുകയും അതുവഴി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ ഉണ്ടാക്കി വെക്കും എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെന്നാണോ അധികാര സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഈ ഉന്നത പദവി വഹിക്കുന്നവർ ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതായിട്ടുള്ള പ്രസ്താവന ഇറക്കുന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തരാകുകയും അത്തരത്തിലുള്ള ആളുകൾ ഈ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യും. ആ തെരുവിലേക്ക് ഇറങ്ങുന്ന പ്രതിഷേധം മുതലെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് കൂടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നു. ഇതാണ് ഈ കേസുകൾ ഉണ്ടാകാനുള്ള കാരണമായി വരുന്നതും. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഈ ഇത്തരത്തിൽ അക്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ അക്രമം നടത്തിയ കേസുകൾ എഴുതിത്തള്ളുവാൻ സർക്കാർ തുനിയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഈ നിയമത്തെപ്പറ്റി പറയുകയും അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കില്ല എന്ന് അത് മാത്രമല്ല പ്രശാന്ത്, നമുക്കറിയാം ഈ CAA വിരുദ്ധ പ്രക്ഷോഭം ആദ്യഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ മുതൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത്. തിരുവനന്തപുരം നഗരത്തെ നിശ്ചലമാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. പല പ്രതിഷേധങ്ങളും അക്രമാസക്തമായി. രാജ്ഭവന് മുന്നിലുള്ള 24 മണിക്കൂർ സമരമൊക്കെ വലിയ രീതിയിൽ അക്രമാസക്തമാകുന്ന കാഴ്ച കണ്ടു. അതിന് എല്ലാ ഒത്താശയും പോലീസ് സംവിധാനത്തോടുകൂടി ചെയ്തു കൊടുത്തു. പിന്നീട് കണ്ടാലറിയാവുന്ന ആയിരക്കണക്കിന് പേർക്കെതിരെയാണ് കേസെടുക്കുന്നത്. അത് കഴിഞ്ഞ് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നീട് പ്രസ്താവന നടത്തുന്നു. അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതെല്ലാം പിൻവലിക്കുമെന്ന്. ഇപ്പോൾ കേസ് പിൻവലിച്ചിട്ടുമില്ല. അതായത് ഒരേ സമയം ജനങ്ങളെ അക്രമത്തിലേക്ക് തള്ളിവിടുകയും അവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാർ, അതിനിടയിൽ തന്നെ അവർ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ തന്ത്രവും കൂടിയാണ് മെനയുന്നത്. രോഹിണി, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും അത് തന്നെയാണ്. അതായത് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിന്റെ ലക്ഷ്യം വെക്കുന്ന നിയമം എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കുന്നു. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കുറുക്കന്റെ തന്ത്രം പ്രയോഗിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കേസുകളിലേക്ക് തള്ളിവിടുന്ന ബലമായ കേസുകളിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നു. അതായത് ഇത്തരത്തിൽ പ്രസ്താവനകളാണ് ഈ ജനങ്ങൾ പ്രകോപനപരമാകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഭീതിയിലേക്കാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതെല്ലാം ഈ ഇത്തരത്തിലുള്ള അധികാര സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഉന്നത പദവി വഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ പ്രതികരണങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നതെന്നാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും അതിൽ ഈ ഒരു നിയമമായി വരുമ്പോൾ അതിന് വീണ്ടും ഒരു ജനങ്ങളെ കൂടി ഭീതിയിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നടക്കം ഉണ്ടാകുന്നു. ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിലൂടെ തന്നെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൻ്റെതായ ഒരു നിയമം, ആ നിയമത്തിൽ സംസ്ഥാന സർക്കാർ യാതൊന്നും ചെയ്യാനില്ല എന്നിരിക്കെ ഏതൊരു നിയമമാണോ അവതരിപ്പിക്കുന്നത് ആ നിയമം അത് അനുസരിക്കുക എന്നത് മാത്രമാണ് ഈ സംസ്ഥാനത്തിന്റെ ചുമതല എന്നിരിക്കെ അത് കേരളത്തിൽ മാത്രമായി നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിലൂടെ തന്നെ ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു
ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ഉണ്ടായിട്ടുള്ള കേസുകളടക്കം എഴുത്തള്ളായിരിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ പിണറായി സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് ഇവിടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് വീണ്ടും ഈ ഇത്തരത്തിലുള്ള അടിക്കടിക്കുള്ള പരാമർശങ്ങൾ വീണ്ടും ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു തെരുവ് യുദ്ധത്തിലേക്കൊക്കെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വീണ്ടും പിന്നീടും കേസുകൾ എടുക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2019 മുതലാണ് ഈ 2019 ഡിസംബർ മുതലാണ് ഈ ഒരു CAA സമരം ആരംഭിക്കുന്നത്. അന്നു മുതൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇപ്പോൾ പിൻവലിക്കാതെ അല്ലെങ്കിൽ ആ കേസുകൾ പിൻവലിക്കാതിരിക്കുന്നത്. നിയമ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ കേസുകളാണ്. രോഹിണി. ശരി പ്രശാന്ത്, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തായിരിക്കുന്നത്. CAA-ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാതെ പിണറായി സർക്കാർ. ഇതുവരെ 831 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ സർക്കാർ പിൻവലിച്ചത് 114 കേസുകൾ മാത്രമാണ്. അതോടൊപ്പമാണ് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളുമായി നേതാക്കളടക്കം രംഗത്ത് വരുന്നതും. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.